ഈ എപ്പിസോഡിൽ കഴിഞ്ഞ 5 വർഷത്തിൽ ഏറ്റവും മികച്ച ലാഭം കൊടുത്ത 50 രൂപയിൽ താഴെയുള്ള സ്റ്റോക്കുകളെയാണ് പരിചയപ്പെടുത്തുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്തരം സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നതിൽ അപകടസാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇത്തരം കമ്പനികൾ ഒരിക്കലും ബ്ലൂ ചിപ്പ് കമ്പനികളെ പോലെ അടിസ്ഥാനപരമായി മികച്ചവയല്ല. ഒരു വേള നിക്ഷേപിച്ച തുക മൊത്തമായും നഷ്ടപ്പെട്ടു എന്നുപോലും വരാം. അഥവാ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർ വളരെ ചെറിയ തുക, അതായത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ലാത്ത സംഖ്യ മാത്രം നിക്ഷേപിക്കുക. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കഴിഞ്ഞ 5 വർഷമായി നിക്ഷേപകരുടെ സമ്പാദ്യം പല മടങ്ങ് ഇരട്ടിപ്പിച്ച സ്റ്റോക്കുകളാണ് ഇവിടെ കാണിക്കുന്നത്. ഇത്തരം കമ്പനികളിൽ ലാഭസാധ്യത വളരെ കൂടുതലാണ് എന്നതാണ് നിക്ഷേപകരെ എന്നും ആകർഷിക്കുന്നത്. മറ്റൊന്ന്, കുറഞ്ഞ തുകയിൽ തന്നെ കൂടുതൽ സ്റ്റോക്കുകൾ കിട്ടുന്നു എന്നതാണ്. മൾട്ടി ബാഗർ ആവാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഓഹരികളാണ് ഇത്തരം കമ്പനികളുടേത്. കാരണം ഒരു കാലത്ത് പെന്നി സ്റ്റോക്കുകളായിരുന്ന ഇവ ഇപ്പോൾ പല മടങ്ങ് വർദ്ധിച്ചു എന്നതാണ് സത്യം. ഇതിനുള്ള ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ 5 വർഷത്തിൽ 1000% മുതൽ 2000% മുകളിൽ ലാഭം കൊടുത്ത 5 കമ്പനികളുടെ സ്റ്റോക്ക് പെർഫോമൻസിലൂടെ ഇവിടെ കാണിക്കുന്നത്. ഒരു കാര്യം ഒരിക്കൽ കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ, ഇത് ഒരു തരത്തിലുമുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനുമല്ല. എപ്പോഴും പെന്നി സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നത് നഷ്ടസാധ്യത കൂടുതലാണെന്ന് ഓർക്കുക. ഈ കമ്പനികളൊന്നും ഫണ്ടമെന്റലി സ്ട്രോങ് അല്ലാത്തതിനാൽ തന്നെ ഇവയുടെ PE റേഷ്യോ പോലുള്ള പാരാമീറ്ററുകളൊന്നും ഇവിടെ കാണിക്കുന്നില്ല. ആദ്യത്തെ സ്റ്റോക്ക് ഗുജറാത്ത് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആണ്. ഗുജറാത്ത് ഗവൺമെന്റ് സ്ഥാപിച്ച ഒരു ധനകാര്യ സ്ഥാപനമാണ് ഗുജറാത്ത് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. ഗുജറാത്ത് ഗവൺമെന്റിന്റെ ഖനി വ്യവസായ വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് ഈ കമ്പനി. 2019 1 രൂപ 20 പൈസയിൽ ട്രേഡ് ചെയ്തിരുന്ന ഈ ഓഹരിയുടെ ഇപ്പോഴത്തെ വില 27 രൂപയാണ്. ഒരു വർഷത്തെ ഉയർന്ന വില 27 രൂപ 70 പൈസയും താഴ്ന്ന വില 5 രൂപ 90 പൈസയുമാണ്. കഴിഞ്ഞ 5 വർഷത്തിൽ ഈ ഓഹരി 2188% എന്ന വൻ ലാഭമാണ് നിക്ഷേപകർക്ക് കൊടുത്തിട്ടുള്ളത്. ഈ ഗണത്തിൽപ്പെടുന്ന അടുത്ത ഓഹരി ടാൻഷ്യ കൺസ്ട്രക്ഷൻ ലിമിറ്റഡ് ആണ്. ഈ ഓഹരിയുടെ ഇപ്പോഴത്തെ വില 44 രൂപ 90 പൈസയും ഒരു വർഷത്തെ ഉയർന്ന വില 49 രൂപ 20 പൈസയും താഴ്ന്ന വില 14 രൂപ 50 പൈസയുമാണ്. കഴിഞ്ഞ 5 വർഷത്തിൽ കൊടുത്തിരിക്കുന്ന ലാഭം 1897%. അടുത്തതായി ലോയിഡ്സ് എന്റർപ്രൈസസ് ആണ്. ഇപ്പോഴത്തെ വില 33 രൂപ 50 പൈസയും ഒരു വർഷത്തെ ഉയർന്ന വില 47 രൂപ 75 പൈസയും താഴ്ന്ന വില 12 രൂപ 50 പൈസയുമാണ്. കഴിഞ്ഞ 5 വർഷത്തിൽ ഈ ഓഹരി 1791% റിട്ടേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഗണത്തിൽപ്പെടുന്ന അടുത്ത ഓഹരി എല്ലാവർക്കും സുപരിചിതമായ സുസ്ലോൺ എനർജിയാണ്. ഇപ്പോൾ 49 രൂപ 40 പൈസ വിലയുള്ള ഈ ഓഹരിയുടെ ഒരു വർഷത്തെ ഉയർന്ന വില 52 രൂപ 10 പൈസയും താഴ്ന്ന വില 13 രൂപ 25 പൈസയുമാണ്. കഴിഞ്ഞ 5 വർഷത്തിൽ ഈ ഓഹരി 1085% ലാഭമാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തതായി വരുന്നത് ഗായത്രി ഷുഗേഴ്സ് ആണ്. കഴിഞ്ഞ 5 വർഷത്തിൽ ഈ ഓഹരി കൊടുത്തിരിക്കുന്ന ലാഭം 990%. ഇപ്പോഴത്തെ വില 22 രൂപ 80 പൈസയും ഒരു വർഷത്തെ ഉയർന്ന വില 29 രൂപ 40 പൈസയും താഴ്ന്ന വില 5 രൂപ 40 പൈസയുമാണ്. ഈ ഓഹരികൾ കൂടാതെ കഴിഞ്ഞ 5 വർഷത്തിൽ 3222% ലാഭം കൊടുത്തിട്ടുള്ള ബറോഡ എക്സ്ട്രൂഷൻ ലിമിറ്റഡ്, 2826% ലാഭം കൊടുത്തിരിക്കുന്ന വർദ്ധമാൻ പോളിടെക്സ് ലിമിറ്റഡ്, 1095% റിട്ടേൺ കൊടുത്ത യൂണിടെക് ലിമിറ്റഡ്, 1047% ലാഭം കൊടുത്ത ക്വാഡ്രൻ ടെലിവെഞ്ചേഴ്സ് ലിമിറ്റഡ് തുടങ്ങിയവയെല്ലാം മൾട്ടി ബാഗർ റിട്ടേൺ കൊടുത്തിട്ടുള്ള പെന്നി സ്റ്റോക്കുകളാണ്. ഇതുകൂടാതെ വെറും 6 മാസം കൊണ്ട് തന്നെ നിക്ഷേപം പല മടങ്ങ് വർദ്ധിപ്പിച്ച മൾട്ടി ബാഗറുകളായ സ്റ്റോക്കുകളും ഇക്കൂട്ടത്തിലുണ്ട്. ഇതിൽ ആദ്യത്തേത് CNI റിസർച്ച് ആണ്. 2024 ജനുവരി 1 മുതൽ ജൂൺ 14 253% റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് കൊടുത്തത്. അടുത്ത സ്റ്റോക്ക് 6 മാസം കൊണ്ട് 241% ലാഭം കൊടുത്ത നൗക്കർ അർബൻ സ്ട്രക്ചർ ആണ്. മറ്റൊരു സ്റ്റോക്ക് 6 മാസത്തിൽ 121.78% റിട്ടേൺ കൊടുത്ത സൺഷൈൻ ക്യാപിറ്റൽ ആണ്. എന്നാൽ ഇത്തരം സ്റ്റോക്കുകളിൽ മിക്കതും ദീർഘകാല നിക്ഷേപത്തിന് അനുയോജ്യമല്ല എന്നുകൂടി ഓർക്കുക.
ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റോക്കുകളിൽ ഏതെങ്കിലും ഹോൾഡ് ചെയ്യുന്നവർ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.